ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ദിവ്യനിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ്? ഹെർമിറ്റാണ് ആദ്യം തന്നെ വന്നത്. 9 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. 5 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. 8 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. ലവേഴ്സാണ് ബോട്ടം വന്നിട്ടുള്ളത്. ക്രൗൺ ചക്ര, trapped and fear, 2 swords, choose wisely വന്നിട്ടുണ്ട്. ഡെസ്റ്റിനി, കുറേ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നടന്നുകൊണ്ടിരുന്ന നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരുന്ന കുറേയധികം കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് പോകുന്നു. അതൊക്കെ വിട്ടിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. എലിഫന്റ് വന്നിട്ടുണ്ട്. ഫിംഗർ, ബ്രെഡ്, കപ്പ്, ടെമ്പററി പ്രോബ്ലം. ഇപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുമ്പം ആദ്യം തന്നെ വന്നത് ഹെർമിറ്റ് എനർജിയാണ്. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളതൊക്കെ നിങ്ങൾ വേറൊരു കാഴ്ചപ്പാടിലൂടെ നിങ്ങളത് കാണുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കൊന്ന് സമാധാനമായിട്ടിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹമുണ്ട്. നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ലൈഫ് മുഴുവൻ ഒന്നിനു പിറകെ വേറെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളാകാം, ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങളാകാം, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാകാം, നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തതാകാം. അപ്പോൾ ഒരു സാക്ഷി ഭാവത്തിൽ ഇരിക്കുന്നതാണ് നല്ലത് എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ്. കാരണം ഈ പ്രസന്റ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്തോ ഒരു വലിയ പെയിൻ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അതിൽ 9 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്, 8 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്, 5 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ചിലപ്പം ഇന്നലെ രാത്രി നിങ്ങൾക്ക് ഉറങ്ങാൻ കൂടി പറ്റിയിട്ടുണ്ടായിരിക്കില്ല. അങ്ങനത്തെ ഒരു പെയിൻ ഉണ്ട് നിങ്ങൾക്ക്. അത്രയും ടെൻഷനുണ്ട് നിങ്ങൾക്ക്. ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ചതിച്ചത് നിങ്ങൾ അറിഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ചില ആൾക്കാർ നിങ്ങളെ വിട്ടുപോയതായിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിച്ചിരിക്കുന്ന ചില കാര്യങ്ങളിൽ നിങ്ങളൊരു സാക്ഷിയായിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്. കാരണം ചിലപ്പോൾ കുറേ കാലം കൊണ്ട് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഒരു മുന്നോട്ട് പോകാൻ പറ്റാതിരുന്നിട്ടുണ്ടായിരിക്കും. ഭയങ്കര ടെൻഷനായിരുന്ന ആൾക്കാരാണെന്നാണ് കാണുന്നത്. അപ്പോൾ പക്ഷെ അത് എൻ്റെ ആക്കണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണമെന്ന് തോന്നൽ നിങ്ങൾക്ക് വന്നു. ഈ ഒരു കാര്യം നമ്മൾ പ്രശ്നങ്ങളെ കൂടുതൽ വളരെ തീവ്രതയോടെ കാണുമ്പം വീണ്ടും വീണ്ടും അതുപോലുള്ള പ്രശ്നങ്ങൾ വരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത് ഇനി എന്ത് പ്രശ്നം വന്നാലും അത്
ബൗണ്ടറി ഒക്കെ വെച്ചിട്ട് അതിൻ്റെ അപ്പുറത്ത് മാത്രമേ പ്രശ്നങ്ങൾ നിൽക്കട്ടെ, ഞാനിങ്ങനെ ഇരിക്കും, ഇതൊന്നും എന്നെ ബാധിക്കാതെ പോലെ ഇരിക്കാൻ പറ്റണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ അതിനുള്ള ആ, ഒരു എന്താ ഒരു ശരിക്കും നിങ്ങൾക്ക് പറ്റാത്ത കാര്യത്തെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യണ്ട എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ട്. ഞാനിത് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടോ ഇതിൽ ടെൻഷൻ അടിച്ചിട്ടോ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ എൻ്റെ ഇത്രയും വിഷമത്തിലിരുന്ന് എൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തി, എനിക്ക് ഒരു കാര്യം പോലും സന്തോഷിക്കാനും പറ്റുന്നില്ല എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുത്തു എന്നാണ് കാണുന്നത്. പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും അത് ഒരു സാക്ഷിഭാവത്തിൽ കാണുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ചില ആൾക്കാർക്ക് ഒരു ഒറ്റയ്ക്കാക്കപ്പെട്ട പോലത്തെ തോന്നലുണ്ട്. ഇതിലും നയനസോടും അതാണ് പറയുന്നത്, ഒറ്റയ്ക്കാണെന്നൊരു തോന്നൽ വന്നു നിങ്ങൾക്ക്. വലിയ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ കൂടെ എത്ര സ്നേഹിതർ ഉണ്ടെങ്കിലും, എത്ര അടുത്ത ഒരുപാട് സ്നേഹിച്ചവരുണ്ടെങ്കിലും, നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളുകളുണ്ടെങ്കിലും ഒരിക്കലും അവർ നിങ്ങൾക്കൊരു പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണെന്നൊരു തിരിച്ചറിവ് വന്നു. അപ്പോൾ ഇതോടുകൂടി നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു സമയമാണ് ഈ ഒരു ഇത് കിട്ടിയത്. കാരണം ഇത്രയും എന്തോ ഒരു വലിയ പ്രശ്നം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത എന്തോ ഒരു വലിയ പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങളുടെ കൂടെ ആരുമില്ല. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു എന്ന് കാണുന്നുണ്ട്. 5 സോഴ്സാണ്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ ഓരോ കാര്യങ്ങൾ, ഓരോ ന്യൂസ് ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കാം. കാരണം നിങ്ങളെ വേദനിക്കും എന്നുള്ള ന്യൂസാണ് കേട്ടോ. ഈ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ വേദനിക്കും എന്നുള്ളത് കൊണ്ട് ആ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെയുള്ള ആരോ ഇങ്ങനെ സ്നേഹം ഭാവിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അതങ്ങനെയായിരുന്നു കേട്ടോ, അങ്ങനെ അറിഞ്ഞു, ഇതിങ്ങനെ അറിഞ്ഞു, അവരങ്ങനെ പറഞ്ഞു എന്നൊക്കെ നിങ്ങൾ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ അതിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു കാര്യം ഇനി കൂടുതൽ എൻ്റെ ഹൃദയത്തിലേക്ക് എടുക്കണ്ട എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്തെങ്കിലും വഴികളിലൂടെ, നിങ്ങൾക്ക് ഏത് വഴികളിലൂടെയാണ് നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ പറ്റുന്നത്, അത് നല്ല രീതിയിലാണ് കേട്ടോ. അത് ചിലപ്പോൾ ബിസിനസ്സിലായിരിക്കാം, ചിലപ്പോൾ ബിസിനസ്സിൽ കുറേയധികം നിങ്ങളുടേതായ ഒരു പേഴ്സണൽ മാറ്റർ കൊണ്ട് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ അതിൽ ചിലപ്പോൾ ഒരു ലോസ് ഉണ്ടായിപ്പോയിട്ടുണ്ടായിരിക്കാം. അതും നിങ്ങൾക്ക് വിഷമമാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച്, ഈ പെയിനുള്ള ഒരു കാര്യം മാത്രം ചിന്തിച്ച് ആ എനർജി മുഴുവൻ നിങ്ങൾ അതിൽ കൊടുത്തപ്പോൾ നിങ്ങളുടെ ബിസിനസ് ചിലപ്പോൾ പൂർണ്ണമായും ഒരു നഷ്ടത്തിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ നിന്ന് എനിക്ക് തിരിച്ച് വരണം, എൻ്റെ ബിസിനസ് നന്നായിട്ട് നോക്കണം, സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കണം, അതാണ് അത്യാവശ്യമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, ഇത് നിങ്ങളുടെ കയ്യിലല്ല എന്നൊരു ചിന്തയാണെന്ന ദിവസം നിങ്ങൾക്കുള്ളത്. 8 സോഴ്സാണ്. ചില കാര്യങ്ങളിൽ നിന്ന് ഫ്രീ ആകണം നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന എന്തോ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് ഫ്രീ ആയേ പറ്റുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. ചില ആൾക്കാർ ചില റിലേഷൻഷിപ്പിൽ പെട്ടുപോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ റിലേഷൻഷിപ്പിൽ നിങ്ങളുണ്ടായ അതിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം, നിങ്ങളൊന്നും ശ്രദ്ധിക്കാതായിട്ടുണ്ടായിരിക്കാം. ആ ഒരു റിലേഷൻഷിപ്പിന് മാത്രം നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ സമയവും എല്ലാം നിങ്ങൾ അതിന് മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാക്കി കുറേ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്നാണ് കാണുന്നത്. ക്രൗൺ ചക്രയാണ്. അപ്പം നിങ്ങൾ ചിലപ്പോൾ ഇതിപ്പോൾ 88 പോർട്ടലാണല്ലോ, അപ്പം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ചെയ്യുന്ന മെഡിറ്റേഷനൊക്കെ ശരിക്കും ഫലം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ക്രൗൺ ചക്ര ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വരാൻ പോകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത് ആ ഒരു കാര്യം നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് ഉടനെ തന്നെ, ഒരുപാടൊന്നും താമസമില്ല, ഉടനെ തന്നെ വരുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ ട്രാപ്ഡ് ആൻഡ് ഫിയർ ആണ്, അത് ആണ് ഒരു 8 സോഴ്സിൻ്റെ എനർജി, അതാണ് വരുന്നത്. നിങ്ങളെ ഒന്ന് പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥ, ട്രാപ്പിലാക്കിയ അവസ്ഥ, ചിലപ്പം എന്തെങ്കിലും ബാധ്യതകൾ കൊണ്ട് ട്രാപ്പിലായിപ്പോയ ആൾക്കാരായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കൊണ്ട്, അത് നിങ്ങളുടെ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം മറ്റുള്ളവർക്ക് അറിയാമെങ്കിൽ അത് വെച്ച് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത്
നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കാം. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു കാര്യം പുറത്ത് പറയുമെന്ന് പറഞ്ഞായിരിക്കും അവർ നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പുറത്തിറങ്ങാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലിരിക്കുന്ന ഒരു ബ്ലാക്ക് മെയിലിംഗ് പോലത്തെ എന്തോ ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ട്രാപ്പിലായിപ്പോയി. കാരണം അതിൽ നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് ഇതിൻ്റെ ഭാഗത്ത്, കാരണം പുറത്തറിഞ്ഞാൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന എന്തോ ഒരു കാര്യം അതുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ട്രാപ്പിലായിപ്പോയ ഒരു ഫീലാണ് നിങ്ങൾക്കുള്ളത്. പിന്നെ ഇതിൽ ഒരു ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്, ബോട്ടം വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും പലർക്കും ഇതൊരു പ്രണയത്തിൽ വന്നൊരു കാര്യമാണ്. ഒരു പ്രണയത്തിൽ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട്, ഒരുപാട് ആത്മാർത്ഥമായി സ്നേഹിച്ച്, നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും ചിലപ്പോൾ അറിയാവുന്ന ഒരാൾ നിങ്ങളെ ചിലപ്പോൾ ട്രാപ്പിലാക്കിയതായിരിക്കാം. അങ്ങനെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും നിങ്ങളെ അറിയാവുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രണയമൊക്കെ അറിയാവുന്ന, അതിൻ്റെ രഹസ്യങ്ങൾ അറിയാവുന്ന, നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന നിങ്ങളെ സുഹൃത്തായിരുന്ന ആൾ നിങ്ങളെ ട്രാപ്പിലാക്കിയതുമായിരിക്കാം. എന്തായാലും അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ ചൂസ് വൈസ്ലിയാണ്. അപ്പോൾ നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുമ്പോഴും നമ്മൾ കുറച്ച് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണം കാര്യങ്ങൾ. ഇപ്പം നമ്മളുടെ സൗഹൃദത്തിൽ പോലും നമ്മൾ ഒരാളിനെ നന്നായിട്ട് പഠിച്ചിട്ട് വേണം നമ്മുടെ സുഹൃത്തായിട്ട് കൂട്ടാൻ. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കുറച്ച് ദിവസത്തെ കാര്യം കൊണ്ട്, നമുക്ക് അറിയാവുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് ഓടി വരുന്ന ഒരാളായതുകൊണ്ട് നമ്മളവരെ ഒരുപാട് സൗഹൃദം ഏറ്റവും അടുപ്പിക്കരുത്. കാരണം ഒരാൾ നമ്മളെ സഹായത്തിന് ഓടി വരുന്നത് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇതിന്നൊരു ലാഭം ഉള്ളത് കൊണ്ടായിരിക്കാം. നമ്മളെപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കണം കേട്ടോ. ഒറ്റയ്ക്ക് ഒരാളിൻ്റെയും ഹെൽപ്പില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ഓവർ ഡിപ്പെൻഡൻ്റ് ആകരുത്. അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് അവർക്ക് നമ്മളെ ട്രാപ്പിലാക്കാനും നമ്മളെ യൂസ് ചെയ്യാനും ഒക്കെ പറ്റുന്നത്. അപ്പോൾ മാക്സിമം ഇനിയെങ്കിലും അത് പഠിക്കുക. മറ്റുള്ളവരെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യരുത്. നമ്മൾ ചിലപ്പോൾ മടി കൊണ്ടായിരിക്കാം. എന്തെങ്കിലും ഒരു കാര്യമോ, ഇനിയിപ്പോൾ അങ്ങ് പോകണ്ടല്ലോ, ആൾ വാങ്ങിക്കൊണ്ട് തരുമല്ലോ, അല്ലെങ്കിൽ ആ ആൾ ചെയ്തു തരുമല്ലോ. അപ്പം നമ്മൾ കുറച്ച് എഫേർട്ട് ഇടണമെന്ന് മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ വേറൊരാളിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടാകാതിരിക്കില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ഇനിയെങ്കിലും ബുദ്ധിപൂർവ്വം ചൂസ് ചെയ്യണം എന്നാണ് എന്ത് കാര്യമായാലും അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഡെസ്റ്റിനിയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ എന്തൊക്കെ തന്നെ ആയാലും ഡെസ്റ്റിനി ഡ്രൈഫും വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ മുന്നിലുള്ള പ്രശ്നങ്ങൾ എന്ത് തന്നെയോ ആകട്ടെ, അത് നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല. നിങ്ങളുടെ യാത്ര മുന്നോട്ടാണ്, അത് വിജയത്തിലേക്കാണ്. കാരണം ഈ ഒരു വിഷമത്തിൽ നിന്നുമൊക്കെ നിങ്ങളൊരു നല്ല പാഠം പഠിച്ചിട്ടുണ്ടായിരിക്കാം. ഈ ഒരു ട്രാപ്പിൽ നിന്നും, ഈ ഒരു ചീറ്റിങ്ങിൽ നിന്നും ഒക്കെ നിങ്ങൾ നല്ലൊരു പാഠം പഠിച്ച് നിങ്ങൾ വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. സക്സസ് നിങ്ങൾക്കുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഇപ്പോൾ ഉള്ള ഒരു വിഷമവും ദുഃഖവും ഒക്കെ കുറച്ചൊന്ന് മാറ്റി വെച്ച് മുന്നോട്ടേക്ക് പോകണം. ഒരു സാക്ഷിഭാവത്തിൽ ഇരിക്കണം എന്നാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. പിന്നെ എലഫൻ്റ് ആണ്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ഒരു ചെറിയ യാത്ര നടത്താൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. ഷോർട്ട് ലോങ് ജേർണി, ഐദർ ഫിസിക്കൽ ഓർ മെൻ്റൽ. ചിലപ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട്, ഇപ്പോൾ ഹെർമിറ്റും വന്നല്ലോ, അപ്പോൾ നിങ്ങൾ സ്വസ്ഥമായിരുന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കലി നിങ്ങൾക്ക് പോകാൻ പറ്റാത്തൊരു സ്ഥലത്തേക്ക് നിങ്ങൾ മെൻ്റലി ഒരു യാത്ര നടത്തുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ അത് നിങ്ങൾ പാസ്റ്റിൽ പോയ സ്ഥലമായിരിക്കാം. അത് കൃത്യമായി ശരിക്കും വളരെ ക്ലാരിറ്റിയോടുകൂടി ആ ഒരു സ്ഥലവും അന്നത്തെ അനുഭവങ്ങളും ഒക്കെ നിങ്ങളിന്ന് ഓർമ്മയിൽ എടുക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇന്നേ ദിവസം ഒരുപാട് ജോലിയൊന്നും ചെയ്യാതെ, അല്ലെങ്കിൽ ഒരുപാട് എൻഗേജ്ഡ് ആകാതെ കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിരിക്കാം. കാരണം എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് എൻഡാക്കേണ്ടതുണ്ട്, അത് കുറേ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊന്ന് സമയം കണ്ടെത്തുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ ബേർഡ് ബർത്ത്ഡേ വന്നിട്ടുണ്ട്. വെയിറ്റ് ഫോർ ന്യൂസ് പാക്കേജ് ഓർ ലെറ്റർ. നിങ്ങൾ എന്തോ ഒരു കാര്യം വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അതൊരു ന്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പാക്കേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ലെറ്റർ ആയിരിക്കാം. ഇത് ആരോ കൊടുത്തു വിട്ടതോ ആരോ അയച്ചതോ ആയ ഒരു കാര്യത്തിന് വേണ്ടി
വേണ്ടിയിട്ട്. ചിലപ്പോൾ അത് ഗിഫ്റ്റ് ആയിരിക്കാം, അതിന് വേണ്ടിയിട്ട് നിങ്ങളിന്ന് വെയിറ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരോ ഇന്നൊരു മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങളൊരു ഗിഫ്റ്റ് തരുമെന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടായിരിക്കാം ആളെനിക്കിന്നൊരു ഗിഫ്റ്റ് കൊടുത്തു വിടും അല്ലെങ്കിൽ അയക്കുമെന്ന്. ഫെറുമനാണ്. അപ്പം നിങ്ങളൊരു ഫെയർ ആയിട്ടുള്ള ഒരു ലേഡിയുമായിട്ട് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഡീലിങ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ബിസിനസ് സംബന്ധമായ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ യാദൃച്ഛികമായി കാണുന്ന ഒരു കാര്യമായിരിക്കാം. ഈ എന്തെങ്കിലും യാത്രയിൽ പരിചയപ്പെട്ടതായിരിക്കാം. അപ്പോൾ ആ ഒരു ആളിനെ ഇന്നേ ദിവസം നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ കാണുന്നതായിരിക്കാം ചിലപ്പോൾ. അല്ലെങ്കിൽ എന്തെങ്കിലും ഈ വ്യക്തിയെ കൊണ്ട് നിങ്ങൾക്കൊരു ഉപയോഗം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഫിംഗറാണ്. വാണിംഗ് യു എ പ്രോബ്ലം ഐദർ നൗ ഓർ ഇൻ ദ നിയർ ഫ്യൂച്ചർ. അപ്പോൾ നിങ്ങൾ ചൂസ് വൈസ്ലി പറഞ്ഞിട്ടുണ്ട് ഇവിടെ. നിങ്ങൾ ഇന്നേ ദിവസം എന്ത് കാര്യം ആലോചിച്ചാലും തീരുമാനിച്ചാലും അത് വളരെ ബുദ്ധിപൂർവ്വമായിരിക്കണം. അത് പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്. ഇന്ന് തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം അത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാൻ, ഈ ഒരു കാര്യം കൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ അടുത്ത് തന്നെ ഇത് ഉണ്ടാവുമെന്നാണ്, നിങ്ങളത് കെയർഫുള്ളി തിരഞ്ഞെടുത്തില്ലെങ്കിൽ എന്നാണ് കാണുന്നത്. പിന്നെ ബ്രെഡാണ്. പീരീഡ് ഓഫ് പ്രോസ്പെരിറ്റി ആൻഡ് അബണ്ടൻസ്. നിങ്ങൾക്ക് ഇപ്പോൾ കിങ് ഓഫ് പെന്റക്കിൾ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയം, ഈ തുടർന്ന് വരുന്ന ഈ ഒരു സമയം നിങ്ങൾക്ക് പ്രോസ്പെരിറ്റിയുടെയും അബണ്ടൻസിൻ്റെയൊക്കെ സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്നാണ് കാണുന്നത്. കപ്പാണ്. യൂസ് ടു ആക്സെപ്റ്റ് വാലിഡ് ക്രിറ്റിസിസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പം മറ്റൊരാൾ നിങ്ങളെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ, നിങ്ങളെ വിമർശിക്കുമ്പോൾ, അത് ചിലപ്പം നിങ്ങളുടെ വീട്ടിലുള്ളവരാകാം, വൈഫാകാം, ഹസ്ബൻഡാകാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളാകാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണം. അത് അവർ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എങ്കിൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്നാണ്. കാരണം നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ആ ഒരു മിസ്റ്റേക്സ് ഇല്ലാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഈവൻ നമ്മളുടെ കുട്ടികളാകട്ടെ, നമ്മളെക്കാളും ചെറിയ കുട്ടികളാണ്, ഒരുപാട് പ്രായത്തിന് താഴ്ന്നതാണെങ്കിലും ചിലപ്പം അവർക്കും നമ്മളെ ചിലപ്പോൾ ഒരു വാക്കുകൊണ്ടോ ഒക്കെ നമ്മൾ പറഞ്ഞ് നമ്മളെ കണ്ണുറപ്പിക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അത് കുഞ്ഞല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ നമ്മളതങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കുട്ടികൾ പറഞ്ഞു തന്നാൽ പോലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം എന്നാണ് കാണുന്നത്. ക്ലൗഡ്സ് ആണ്. ടെമ്പററി പ്രോബ്ലംസ് ആണ്. ഇപ്പം ഈ ഒരു സമയം നിങ്ങൾക്കുള്ള ഒരു കാര്യം ടെമ്പററി ആയിട്ടുള്ളതാണ്. അതൊരിക്കലും നീണ്ടു നിൽക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ ഇപ്പം നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട എന്നാണ് കാണുന്നത്. ഇതങ്ങ് മാറിപ്പോകും. പിന്നെ കൃഷ്ണ ഓറക്കിളിൽ നിന്ന് നമുക്ക് കുറച്ച് ഗൈഡൻസ് എടുക്കാം. മേക്ക് ദ റൈറ്റ് ചോയ്സ്. ഇത് ശരിക്കും ചോയ്സ് ആണ് ഇന്നേ ദിവസം പറഞ്ഞത്. നിങ്ങൾ ഇന്ന് എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റൈറ്റ് ചോയ്സ് ആയിരിക്കണം. ഒരുപാട് ആലോചിക്കണം എന്ന് വീണ്ടും 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 ഇന്നത്തെ ഡിവൈൻ മെസ്സേജിൽ വരുന്നുണ്ട്. അതെന്തെന്ന് നിങ്ങൾക്കേ അറിയുള്ളൂ. അത് ആലോചിച്ച് മാത്രം തീരുമാനിക്കുക. റിലേഷൻഷിപ്പ് ആകാം, ബിസിനസ് ആകാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും കോഴ്സ് പഠിക്കുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു പ്രധാനപ്പെട്ട തീരുമാനം നിങ്ങൾ എടുക്കാൻ പോകുന്നു. ആ ഒരു തീരുമാനം നിങ്ങൾ എടുത്തു ചാടി എടുക്കുന്നതായിരിക്കരുത്. വീണ്ടും 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 ഒന്ന് തിങ്ക് ചെയ്യുക എന്നാണ് ഇന്ന് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. സ്റ്റേ കണക്റ്റഡ് വിത്തിനാണ്. അപ്പം നിങ്ങളിലേക്ക് നോക്കുക. അതാണ് ഹെർമിറ്റ് വന്നിട്ടുള്ളത്. ഇന്നത്തെ മെസ്സേജസ് എല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇത് ഹെർമിറ്റാണ്. അപ്പം നിങ്ങളിലേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ. അപ്പം നിങ്ങൾ എന്താണ് വേണ്ടതെന്ന് നിങ്ങളോട് ചോദിച്ചാൽ മതി. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് ഇരുന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളോട് ചോദിച്ചാൽ മതി. നിങ്ങളുമായിട്ടൊരു കണക്ഷൻ ഇല്ലായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ. അപ്പോൾ കാരണം പ്രാർത്ഥനയൊക്കെ കുറവായിരിക്കാം. അപ്പം നിങ്ങളുമായിട്ടൊരു കണക്ഷൻ വേണം. സ്റ്റേ കണക്റ്റഡ് വിതിൻ ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുമായി കണക്റ്റഡ് ആകണം. ഷെയർ യുവർ ബൗണ്ടറീസ് ആണ്. അപ്പം നിങ്ങളൊരിക്കലും ദാനം ചെയ്യാൻ മടിക്കരുത്.
നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുള്ള സഹായം നിങ്ങളുടെ മുന്നിൽ വരുന്ന ആൾക്കാർക്ക് കൊടുക്കണം എന്നാണ്. ചിലപ്പോൾ അതൊരു പരീക്ഷണമാകാം. ദൈവം പരീക്ഷിക്കുന്നതായിരിക്കാം. നിങ്ങൾക്കുള്ളത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമോ, ഒരു കഷ്ടകാലത്തിൽ മറ്റുള്ളവരെ നിങ്ങൾ സഹായിക്കുമോ എന്നൊക്കെ വിചാരിച്ചു. കാരണം നിങ്ങൾക്കൊരു വലിയ ഗിഫ്റ്റ് ആയിരിക്കും ദൈവം കരുതിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് പരീക്ഷിക്കും. ഇത് കിട്ടിയാൽ, ഇത് കൊടുത്താൽ എന്തായിരിക്കും അവിടെ പെരുമാറ്റം, നിങ്ങൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും നിങ്ങൾ ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങളൊരു പരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതായാലും അല്ലെങ്കിലും നമ്മൾ ദാനം ചെയ്യുന്നത് നമ്മൾ ഒരുപാട് പാപകർമ്മങ്ങൾ മാറ്റും എന്നാണ്. ജന്മജന്മാന്തരങ്ങളായിട്ട് നമുക്ക് നമ്മളിലുള്ള പാപങ്ങൾ മാറ്റിക്കളയാൻ പറ്റും. പേ ടൈമാണ്. അപ്പം ഇപ്പോൾ നമ്മുടെ കർമ്മഫലം അനുഭവിക്കുന്ന സമയമാണെന്നാണ്. നമ്മൾ എന്താണോ ചെയ്തത് ആ ചെയ്തതിൻ്റെ ഫലം കിട്ടുന്നു. അപ്പോൾ പാസ്റ്റ് ലൈഫിൽ നമ്മൾ ചെയ്ത ഒരു കാര്യത്തിൻ്റെ ഫലമാണ് ഇപ്പം നമ്മൾ ഈ ടെൻസ്ഡ് ആയിരിക്കേണ്ടത് സിറ്റുവേഷൻ. അപ്പോൾ അതാണല്ലോ നമ്മൾ പറയുന്നത്. ഷെയർ യുവർ ബൗണ്ടറീസിൽ അതാണ് വന്നത്. നമ്മുടെ കർമ്മങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കർമ്മഫലം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും അത് ആ കർമ്മമായിട്ട് തിരിച്ചു വരും. അപ്പോൾ പക്ഷേ നമ്മുടെ കർമ്മഫലം കുറയ്ക്കാൻ ചില കാര്യങ്ങളുണ്ട്. അത് ദാനമാണ്, മറ്റുള്ളവരെ സഹായിക്കുക, അപ്പോൾ നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം കുറച്ചൊന്ന് ഡിസ്കൗണ്ട് ആക്കി കിട്ടും. അപ്പം അതാണ്. പിന്നെ പ്രൊട്ടക്ഷൻ, നിങ്ങൾ ആൾറെഡി ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആണ് എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നിങ്ങൾക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം വീണ്ടും ആശംസിക്കുന്നു. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. ബൈ.